യേശുവിൽ പ്രിയപ്പെട്ടവരെ, രാഷ്ട്രങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ച് സമാധാനം സ്ഥാപിക്കാനായി ആരംഭിച്ച ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാന മന്ദിരത്തിൽ എഴുതിയിരിക്കുന്ന മനോഹരമായ പ്രാർത്ഥനയാണ്: കർത്താവേ, അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമായി എന്നെ മാറ്റണമേ. ഈ പ്രാർത്ഥന രചിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ സഭയിൽ ഇന്ന് ആചരിക്കുകയാണ്. സൈന്യസേവനത്തിലൂടെ സ്വയം പ്രശസ്തി നേടാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി, വളരെ സമ്പന്നമായൊരു കുടുംബത്തിൽ പിറന്ന വ്യക്തി, അതെല്ലാം ഉപേക്ഷിച്ച് ലോകത്തെയും ലോകത്തിലുള്ള സർവ്വമായകളും സൗഭാഗ്യങ്ങളും വെറുത്തുപേക്ഷിച്ച് പരമദരിദ്രനായി ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വിശുദ്ധൻ, ഈശോയെ അങ്ങ് പരിപൂർണമായിട്ട് അനുകരിച്ച് രണ്ടാം ക്രിസ്തുവായി മാറിയ വ്യക്തിത്വം. ലോകത്തെ മുഴുവൻ വെറുത്തപ്പോൾ ലോകത്തിൽ ജീവിക്കുന്നവരെ ഒത്തിരി സ്നേഹിച്ചു. എല്ലാവരിലും ഈശോയെ കാണാൻ, കുഷ്ഠരോഗികളിൽ പോലും ഈശോയെ കണ്ട് അവരെ ആശ്ലേഷിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചു. മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെയും പ്രകൃതിയിലുള്ള സർവ്വതിനെയും അദ്ദേഹം സ്നേഹിച്ചു. കളിക്കൂട്ടുകാരായി മാറി മൃഗങ്ങൾ, ക്രൂരമൃഗങ്ങൾ പോലും. ഇത്ര മനോഹരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സമാധാനം പ്രദാനം ചെയ്യുന്ന ഒരു ഉപകരണമായി മാറി. നമ്മുടെ ജീവിതവും ഇത്ര ലളിതമായി മനോഹരമായി നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മളായിരിക്കുന്ന സമൂഹത്തിലോ കുടുംബത്തിലോ ഒരു അസ്വസ്ഥതയും ഉണ്ടാക്കാതെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.